and welcome back to my channel. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു റൂം ഡെക്കറേറ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ക്രാഫ്റ്റ് പ്രതീക്ഷിച്ച് വന്നവരാണെങ്കിൽ നേരത്തെ ഈ ഡ്യൂറേഷനിലേക്ക് പൊക്കോളൂ. അവിടെ വെച്ചാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറിച്ച് എന്റെ ക്ലാസ് കാണാനായിട്ട് വന്നവരാണെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് പോവാം. നമ്മള് എല്ലാ ദിവസവും ക്ലാസ് ഇടും അല്ലെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൈൻഡിന് ഒരു റിലാക്സേഷൻ വേണ്ടേ. അതിനായിട്ട് നമ്മുടെ ഈ പ്യോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ക്രിയേറ്റീവ് കോർണർ ഒക്കെയാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസും ക്രിയേറ്റീവ് വീഡിയോസും DIY വീഡിയോസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ മൈൻഡിന് റിലാക്സേഷൻ ആവും, എന്റെ മൈൻഡിന് റിലാക്സേഷൻ ആവും. അപ്പം എന്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിരിക്കുന്നതെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. അതിന്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാന്നൊക്കെ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്റെ ചാനൽ വളരുകയുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് പറഞ്ഞ് ബോറടിക്കണ്ട, എത്ര ഉണ്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പടമാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവറും പിന്നെ 2 വേറെ ഫ്ലവറും. പിന്നെ നിങ്ങൾക്ക് എന്തുള്ള വരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വരയ്ക്കാം. എനിക്കിഷ്ടമുള്ളൊരു കോട്ടിങ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. കീപ് മൂവിങ് ഫോർവേഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും വരയ്ക്കാം. And you know I don't give a fuck what your friends think of all of my pitfalls. Yeah, I know I still drink too much. I found ways to run from യൂസ് ചെയ്തിരിക്കുന്നത് കാമലിൻ്റെ CD DVD മാർക്കർ പെന്നാണ്. അപ്പോൾ ഈ നല്ല അടിപൊളി പേനയാണ്. ഈ മാർക്കർ ഉപയോഗിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാനായിട്ട് സാധിക്കും. കളർ കൂടുതൽ ഡാർക്കിഷ് കളറിൽ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. പിന്നെ അതിൻ്റെ അകത്ത് ലൈൻ നമുക്ക് ബേസിക്കായിട്ട് ബേസ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു മാർക്കർ പെന്നാണ്. അടുത്തായിട്ട് ആർട്ടിസ്റ്റിൻ്റെ വാട്ടർ കളേഴ്സ് 12 ഷെയ്ഡ്സുള്ള വാട്ടർ കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല അടിപൊളി വാട്ടർ കളറാണ്. അത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനത് വാങ്ങിയത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി സൂപ്പർ വാട്ടർ കളറാണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. 12 ഷെയ്ഡ്സും ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡുണ്ട്. 2 ഷെയ്ഡും 2 തരത്തിലുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാനങ്ങനെ ഡ്രോയിങ് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും പിന്നെ ഡ്രോയിങ് ഇഷ്ടമാണ് പക്ഷേ ഇത് പഠിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാട്ടർ കളറാണ് കേട്ടോ. ബിഗിനേഴ്സിന് നല്ല വാട്ടർ കളറാണ്. ഞാനങ്ങനെ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, വരയ്ക്കുന്നത് കാണാനും ഇഷ്ടമാണ്, വാട്ടർ കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ്. അടുത്തതായിട്ട് പിസ്താഷ്യലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിസ്താഷ്യലിന് ഞാനിവിടെ കാമലിൻ്റെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. അപ്പം ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ബ്ലാക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഇവിടെ അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ പക്ഷേ യൂസ് ചെയ്തിരിക്കുന്നത്. കാമലിൻ്റെ CD DVD മാർക്കർ പെൻ യൂസ് ചെയ്ത് ഒന്നുകൂടി നമ്മുടെ ആ പിക്ചറിനെ അതിൻ്റെ ബോർഡേഴ്സ് എല്ലാം ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം കേട്ടോ. വാട്ടർ കളർ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വരച്ച മാർക്കർ വെച്ച് വരച്ച ആ കളറൊക്കെ ഒന്ന് പോയി. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെടുത്ത ആ പിസ്ത ഷെല്ലിനെ ബോർഡറായിട്ട് ആ സർക്കിളിന് ചുറ്റും വെച്ച് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഒരു പിങ്ക് കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതിനായിട്ട് കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, പേപ്പർ സ്റ്റിക്സ്. അതിനായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റിക്കിന് എന്തോരം ആവശ്യമുണ്ടോ അതിൻ്റെ രീതിയിൽ ചെറുതായിട്ടൊരു ചെറിയ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും, ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാമായിരിക്കും. അറിയാത്തവർക്കായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതനുസരിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഗമ്മ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് സെക്യൂർ ആയിട്ടിരിക്കും. അടുത്തായിട്ട് ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഫ്രെയിമുണ്ടല്ലോ, ആ ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അതൊന്ന് സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഗം വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇളകി വരും. ഗ്ലൂഗണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്ലൂഗൺ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് അത് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ സെൻറ്റർ പാർട്ടിലുള്ളത് ലെങ്ത് കൂടുതലായിരിക്കും. പിന്നെ സൈഡിലേക്ക് വരും തോറും അതിൻ്റെ ലെങ്ത് കുറഞ്ഞ് വരും. ഒരു വി ഷേപ്പിലാണ് നമ്മൾ ആ സ്റ്റിക്കിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ലാസ്റ്റ് കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്കൊരു ടാസൽ ഉണ്ടാക്കാം. ടാസൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു 3 ഫിംഗേഴ്സ് എടുക്കുക, അതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എത്ര വീതി ആവശ്യമുണ്ടോ അതനുസരിച്ച് റോൾ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. 2 നോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി ഒന്ന് സെക്യൂറായിട്ട് ഇളകി പോകാതിരിക്കാനായിട്ട് 2 നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്യുക, ട്രിം ചെയ്യുക, എന്നിട്ട് ക്ലീൻ ആക്കി എടുക്കുക, ഒരേ ലെങ്ത്തിലാക്കി എടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, our tassel is ready. ഇതുപോലെ ഞാൻ 22 ടാസൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു, പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഒരെണ്ണത്തിൻ്റെ വീഡിയോ കാണിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ത്രെഡ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ടാസലിനെ നമ്മുടെ ഡെക്കറിലേക്ക് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ പീസ് ത്രെഡ് എടുക്കുക. എന്നിട്ട് അതുപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ടാസലിനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നന്നായിട്ട് കെട്ടിക്കൊടുക്കുക, ഇളകി പോകാത്ത വിധത്തിൽ കെട്ടിക്കൊടുക്കുക. എന്നിട്ടും സെക്യൂർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് അതൊന്നുകൂടി സെക്യൂർ ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാത്തിനെയും അറേഞ്ച് ചെയ്യാം. So tell me how to make the sun rise. My heart still beats in your direction. Thinking about those days and nights. My heart still beats in your direction. അടുത്തായിട്ട് നമുക്കിത് ഹാങ് ചെയ്യാനായിട്ടൊരു ഹോൾഡർ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ത്രെഡ് എടുക്കുക. എന്നിട്ട് അതും മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനെടുത്ത ത്രെഡിൻ്റെ അളവ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി. ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഹോം ഡെക്കർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള റൂം ഡെക്കർ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനലില് SSLC സ്റ്റുഡൻസിന്റെ ഫിസിക്സും കെമിസ്ട്രിയും ക്ലാസ്സസും ഞാൻ ഇടുന്നുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർക്കായിട്ട് ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതും കൂടി എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ എനിക്കത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട്